പിന്നെ നമ്മൾ പഠിക്കുന്നത് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇപ്പൊ ശതമാനത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ശരാശരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ശരാശരി എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ, അതായത് ചെറിയ ഷോർട്ട് കട്ടുകൾ ഉണ്ട്. അത് മാത്രമാണ് നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശരാശരി എന്നുള്ളതാണ്. ഓക്കെ, ആർക്കെങ്കിലും അറിയോ എന്താണ് ശരാശരി എന്നുള്ളത്? ഏകദേശ വില എന്നൊക്കെ പറയും. കുറെ സംഖ്യകൾ തന്നിട്ട് നമ്മളോട് അതിന്റെ ശരാശരി കാണാൻ പറയും. അതിലൊരു ഏകദേശ വില എന്നൊക്കെ നമ്മൾ പറയും. അത് കാണാനുള്ള ഒരു സമവാക്യം ഉണ്ട്. എന്തായിരുന്നു? തുക ബൈ എണ്ണം. തുക ബൈ എണ്ണം എന്നുള്ളതാണ് ശരാശരി കാണാനുള്ള സമവാക്യം. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാണ്, 28 ഇപ്പൊ ഞാൻ 4 സംഖ്യകൾ തന്നു. 28, 2, 5, 5 4 സംഖ്യകളുണ്ട്. ഈ 4 സംഖ്യകളുടെ ശരാശരി നമ്മൾ എങ്ങനെ കാണാം? ശരാശരി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ എല്ലാത്തിന്റെയും തുക കണ്ടുപിടിക്കണം, അല്ലെ? തുക എന്താ വരിക? 28 + 2 30, 30 + 5 35, 35 + 5 40. ആദ്യം തുക കാണാം, ഹരിക്കണം. എത്ര നമ്പറുകൾ അവിടെ എഴുതിയത്? 4 നമ്പറുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ 40/4 എത്ര കിട്ടും? 4 4 കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 1 വരും. അപ്പൊ 10 എന്നാണ് ആൻസർ വരിക. ഇതാണ് ശരാശരി കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത്. തുക ബൈ എണ്ണം എന്ന് പറയുന്നതാണ് ശരാശരി കാണാനുള്ള സമവാക്യം. ഓക്കെ, ഇത് പല രീതിയിൽ, പല എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാന്, ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാന്, ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാന്, അല്ലെങ്കിൽ ഇപ്പൊ 100ന്റെയും 200ന്റെ ഇടയിലുള്ള നമ്പറുകളുടെ ശരാശരി കാണാന്, അങ്ങനെ പല രീതിയിൽ ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് അതൊക്കെ തുക, അതായത് എല്ലാം കൂടെ തുക കണ്ടിട്ട് അതിനെ ഹരിക്കല് നമുക്ക് എപ്പോഴും എന്തല്ല, പോസിബിൾ അല്ല. നമുക്ക് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഷോർട്ട് കട്ടുകൾ, ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ചെറിയതായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ തുകയല്ല, ശരാശരി കാണുക. അപ്പൊ ശരാശരി കാണാൻ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് 99 എണ്ണൽ സംഖ്യ. എന്താ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 2 3 അങ്ങനെ ഉള്ളതാണ്. അങ്ങനെ 99 എണ്ണൽ സംഖ്യയുടെ തുക കാണാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 + 2 + 3 + 99 ഹരിക്കണം 99. ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എണ്ണൽ സംഖ്യകളാണെങ്കിൽ ആദ്യത്തെ, ഇത് ശ്രദ്ധിക്കണം, ആദ്യത്തെ, ഇടയിലുള്ളതല്ല, ആദ്യത്തെ എണ്ണൽ സംഖ്യ, അതായത് 1 തുടങ്ങുന്ന എണ്ണൽ സംഖ്യ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അതായത് 2 തുടങ്ങുന്ന അല്ലെങ്കിൽ ഇടയിലുള്ള എണ്ണൽ സംഖ്യകളല്ല, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാന് നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത് n+1 എന്നാണ്. ഈ n എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പറാണ്. ഓക്കെ, n എന്ന് പറയുന്നത് എനിക്ക് തരുന്നത് നമ്പറാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിങ്ങനെ വരച്ചിട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ, അതേപോലെ എണ്ണൽ സംഖ്യ, ശരാശരി കാണാനുള്ള ഒരു സമവാക്യമാണ് n+1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക? 99 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 99 + 1. അപ്പൊ എന്ത് കിട്ടും? 100. ഇതാണ് ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അത് വരുന്ന കുറെ വഴികളുണ്ട്, നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് PSCക്ക് 4 ഓപ്ഷനിൽ ഏത് കറക്റ്റ് ആൻസർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യത്തെ ആയിരിക്കണം, എണ്ണൽ സംഖ്യകളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കാണാനുള്ള സമവാക്യമാണ് n+1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ നിങ്ങളോട് ഇരട്ട സംഖ്യകളുടെ ചോദിക്കാം. ആദ്യത്തെ തന്നെ, ആദ്യത്തെ എന്ന് പറയുമ്പോൾ എവിടുന്ന് തുടങ്ങുക? ഇരട്ട സംഖ്യ അറിയുമ്പോൾ 2 എന്നാണ് തുടങ്ങുക. അപ്പൊ ആദ്യത്തെ
ഇരട്ട സംഖ്യകളുടെ തുക, ഇരട്ട തുകയല്ല കേട്ടോ, ശരാശരി. അത് കാണാനുള്ള ഇക്വേഷൻ, അയ്യോ ഒരു മിനിറ്റ്, ഇവിടെ n+1 അല്ല, n+1/2 ഉണ്ട്. n+1/2 ഉണ്ട് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. n+1/2 ഉണ്ട്. അപ്പൊ എന്താ വരാ, 99 + 1, 99 + 1 ഹരിക്കണം 2 എന്ന് വരും. 100/2 50 വരിക. ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ, അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ n+1 ഹരിക്കണം 2. ഇനി ഇരട്ട സംഖ്യകളാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമവാക്യം ഉപയോഗിക്കേണ്ടത്, n+1 എന്നുള്ളത്. n+1 എന്നുള്ളത് ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനാണ് n+1 എന്നുള്ളത്. അപ്പൊ എന്താ വരിക, ഇപ്പൊ ആദ്യത്തെ ഒരു 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്താ വരിക, 50 + 1 51. ഇത്ര ചെയ്താൽ മതി. മറ്റേത് നമ്മൾ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരികൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ, 2, 4 അങ്ങനെ 50 വരെ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മൾ തുക കണ്ടിട്ട് അതിനെ 50 കൊണ്ട് ഹരിക്കുകയൊക്കെ വേണം. അപ്പൊ അതൊന്നും ചെയ്യണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, n+1 ചെയ്താൽ മതി. ഇനി ഇതേപോലെ ഒറ്റ സംഖ്യകളുണ്ട്. ആദ്യത്തെ 28 ഒറ്റ സംഖ്യകളുടെ ശരാശരി, ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ 28 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ ഒന്നുമില്ല. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n എന്ന് മാത്രമാണ്. അതായത് എന്താണോ സംഖ്യ തന്നത് അതന്നെ ആയിരിക്കും അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ, 28. ഒന്നുകൂടെ പറയാം, 3 കാര്യങ്ങളാണ് പഠിക്കുക. അത് തുക കാണാന്, ഒറ്റ സംഖ്യയുടെ തുക കാണാനാണ് എന്ത് പറയുന്നത്, n² എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ, തുക ബൈ എണ്ണം. എണ്ണം എത്രയാ, n. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഷോർട്ട് കട്ടുകൾ മാത്രം പഠിച്ചു വെക്കുക. 3 കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ n+1 n+1/2, n+1 ഹരിക്കണം 2. ആദ്യത്തെ ഇരട്ട സംഖ്യകളുടേത് കാണാന് n+1. n എന്നൊക്കെ പറഞ്ഞ അവിടെ തരുന്ന സംഖ്യയാണ് കേട്ടോ, n എന്ന് പറയുന്നത് സംഖ്യയാണ്. ഒറ്റ സംഖ്യകളാണെങ്കിൽ n, അതായത് അവിടെ തന്ന സംഖ്യ തന്നെ ആയിരിക്കും ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ തന്നെ ആയിരിക്കണം. ഒറ്റ സംഖ്യ തുടങ്ങുന്ന എവിടുന്ന, 1, 3, 5, 7 അങ്ങനെയാണ് ഒറ്റ സംഖ്യകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് എഴുതി വെക്കുക കേട്ടോ. n എന്ന് പറയുന്നത് അവിടുത്തെ സംഖ്യയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2, ഇരട്ട സംഖ്യകളുടെ n+1, ഒറ്റ സംഖ്യകളുടെ n. മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയിട്ട് അതിന്റെ ഉത്തരം എഴുതിക്കോളൂ. n+1, അപ്പൊ ഇവിടെ n എത്രയാണ്, 30 + 1 31 ആണ് ആദ്യത്തേന്റെ ഉത്തരം വരിക. ഓക്കെ, ഇനി രണ്ടാമത്തത് ആദ്യത്തെ 475 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യകളാണ് അവിടെ, എണ്ണൽ സംഖ്യകളുടെ എന്തായിരുന്നു സമവാക്യം, n+1 ഹരിക്കണം 2. ഇവിടുത്തെ n എത്ര തന്നത്, 475 + 1/2. അപ്പൊ 475 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 476/2. ഇത് എത്ര വരിക, 2, 2, 3, 8, 238. ആർക്കെങ്കിലും ഹരിച്ച് കാണിക്കണോ, 476-നെ 2 കൊണ്ട് ഹരിക്കുക. 4-ല് 2 എത്ര തവണ പോവും, 2 അല്ലെ, 2 × 2 4, 0 എന്ന് വരും, 0 എന്ന് വരും. അടുത്ത 7 ഇറക്കിയിടുക. 7-ല് 2 എത്ര തവണ പോവാ, 3. അപ്പൊ 3 × 2 6, 7-ന്ന് 6 കുറച്ചാല് 1. അടുത്ത 6 ഇറക്കിയിടുക, 16. 16-ല് 2 8 തവണ, 8 × 2 16. അപ്പൊ ഉത്തരം 238 എന്ന് കിട്ടും.
അപ്പോ ഇരട്ടസംഖ്യയുടെ ശരാശരി n+1, എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. ഇനി മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി. അത് കാണാനുള്ള ഇക്വേഷൻ സമവാക്യം നമ്മൾ എന്താണോ തരുന്നത് അത് തന്നെയാണ് ശരാശരി. അപ്പൊ എത്രയാ വരിക? 100 തന്നെയാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരിക. ഓക്കെ അല്ലേ? അപ്പൊ അതിന് സ്ക്വയർ എടുക്കുക. എല്ലാം ആദ്യത്തെ ആയിരിക്കണം കേട്ടോ. ആദ്യത്തെ എന്നുള്ളത് ശ്രദ്ധിക്കണേ. ഇനി എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ എപ്പോഴും നമ്മുടെ ആദ്യത്തെ നിന്ന് ചോദിക്കണം എന്നില്ല, ഇടയിലൊക്കെ ചോദിക്കാം. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പൊ 100ന്റെയും 200ന്റെയും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഓക്കെ, 100ന്റെയും 200ന്റെയും ഇടയിലുള്ള ഇരട്ട സംഖ്യ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ഉം 200ഉം എടുക്കാൻ പാടില്ല. 100 കഴിഞ്ഞിട്ടുള്ളതും 200ന്റെ ഉള്ളിലും വരുന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 100 ഇരട്ട സംഖ്യയാണ്. 100 ഇരട്ട സംഖ്യയാണ്. പക്ഷെ 100 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇടയിലുള്ള എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 എടുക്കരുത്, 200 എടുക്കരുത്. അതിന്റെ ഇടയിലുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 100 കഴിഞ്ഞിട്ടുള്ള ഇരട്ട സംഖ്യ ഏതാ? 102, 104 അങ്ങനെ പോകും അല്ലെ? 200 എടുക്കാൻ പറ്റില്ല. അപ്പൊ 200ന്റെ തൊട്ട് മുന്നുള്ള ഇരട്ട സംഖ്യയാണ് എടുക്കേണ്ടത്. അതേതാ വരിക? 198 ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ സംഖ്യകൾ. ഇത്രയും സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത്. അതിന് നമ്മൾ ഒന്നും ചെയ്യണ്ട. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ തുക കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, എണ്ണൽ സംഖ്യകളായിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, എങ്ങനെ ആയാലും ഇങ്ങനെ ഇടയിലുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ ആഡ് ചെയ്യുക, തുക കാണാം, അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ും 102 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 8 2 10, 1 9 1 10, എത്ര കിട്ടും? 300. അപ്പൊ 300 ബൈ 2, 300/2 എന്ന് പറഞ്ഞാൽ എന്താ? പകുതി എന്നാണ്. 300ന്റെ പകുതി എത്രയാ? 150. ഇത്ര അവിടെ ചെയ്യാനുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ഒക്കെ വേണം. അതൊന്നും വേണ്ട. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയിലുള്ളത് ആണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും നമ്പർ എടുക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ളതും അതിന്റെ മുന്നിലുള്ള നമ്പറാണ് എടുക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്താല് ശരാശരി കിട്ടും. 50ന്റെയും 91ന്റെയും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത്. അപ്പൊ ഇടയിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് 50ഉം 91 നമുക്ക് എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ 50 എന്തല്ല? ഒറ്റസംഖ്യ അല്ല. അപ്പൊ അത് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഏതൊക്കെ എടുക്കുക? 50 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യയാണ് എടുക്കേണ്ടത്. അതേതാ? 51, 53 അങ്ങനെ പോകും. എന്നിട്ട് ലാസ്റ്റ് എവിടെ എത്തണം? 91 ഒറ്റസംഖ്യയാണ്. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ 91 കഴിഞ്ഞാൽ പിന്നെ 90, അത് ഇരട്ടസംഖ്യയാണ്. അപ്പൊ എടുക്കാൻ പറ്റില്ല. അപ്പൊ 89. ഇവിടെയും ശരാശരി കാണാൻ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ തുക കണ്ടിട്ട് 2 കൊണ്ട് ഹരിക്കാം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ് 102 നമ്മൾ തുടങ്ങിയത്. ഇവിടെ ഒറ്റ സംഖ്യ ആകുമ്പോ 51 തുടങ്ങുന്നത്. 89 51 കൂട്ടിയാൽ എത്ര വരിക? 140.
ഒറ്റസംഖ്യ ആയാലും ഇരട്ടസംഖ്യ ആയാലും ആദ്യത്തെ അവസാനത്തെ എടുക്കരുത് കേട്ടോ. എന്നിട്ട് ഒറ്റസംഖ്യ ആണെങ്കിൽ ഒറ്റസംഖ്യ സ്റ്റാർട്ട് ചെയ്യുക, ഒറ്റസംഖ്യയിൽ അവസാനിക്കും. ഒറ്റസംഖ്യയാണ് കേട്ടോ. ഇരട്ടസംഖ്യ ആണെങ്കിൽ നമുക്ക് 90 എടുക്കാം. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വരിക? 140. ഓക്കെ. ഇനി എണ്ണൽ സംഖ്യ ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ 2 ചോദ്യം തരട്ടെ. ബൈറ്റ് എഴുതിയില്ല അല്ലെ? 70. രണ്ട് ചോദ്യങ്ങളാണ്. 25ന്റെയും 90ന്റെയും ഇടയിലുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരിയും 30ന്റെയും 89ന്റെയും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയും കാണാം. 30ന്റെയും 89ന്റെയും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അത് ഫസ്റ്റത്തെ. ആദ്യത്തെ 25ന്റെയും 90ന്റെയും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ്. രണ്ടാമത്തത് 30ന്റെയും 89ന്റെയും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ അവസാനത്തെ സംഖ്യകൾ കിട്ടിയോ? ചെയ്യണില്ലേ? ആ 25ന്റെയും 90ന്റെ ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ വരിക? 25 കഴിഞ്ഞിട്ടുള്ളതാ നോക്കണ്ടേ. ഏത് ഇരട്ട സംഖ്യ? 26. 90ന്റെ ബാക്കിലുള്ളത് 89 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 88. 90 എടുക്കാൻ കഴിയില്ല. ഇടയിലുള്ളത് ആയതുകൊണ്ട് ഇത് രണ്ടും എടുക്കാനും കഴിയില്ല. ബൈ 2. ഇതെത്ര തുക എത്ര വരിക? 114. 2 എത്ര വരിക? 57. കിട്ടിയോ? ഇരട്ട സംഖ്യ ഏതുകൊണ്ടാണ് 26, 88 എടുത്തത് കേട്ടോ. രണ്ടും കൂടെ ആഡ് ചെയ്യാം. തുക കാണാം, 2 കൊണ്ട് ഹരിക്കുക. കിട്ടിയോ? ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം. എണ്ണൽ സംഖ്യയാണ് കേട്ടോ. ഒറ്റ സംഖ്യ അല്ല, ഇരട്ട സംഖ്യ അല്ല. രണ്ടാമത്തെ ചോദ്യത്തിൽ ചോദിച്ചത് എണ്ണൽ സംഖ്യകളാണ്. 30ന്റെയും 89ന്റെയും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഏതൊക്കെയാ നമ്പറുകൾ എടുക്കുക? 31 31 80. 30ന്റെയും 89 പറയുമ്പോൾ 2 എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിലുള്ള 30ന്റെ കഴിഞ്ഞിട്ട് 31 പ്ലസ് 89ന്റെ ബാക്കിൽ. അത് ഒറ്റയാണോ ഇരട്ടയാണോ നോക്കേണ്ട ആവശ്യമില്ല. എണ്ണൽ സംഖ്യ എന്നാ പറഞ്ഞേ അല്ലേ? 89ന്റെ ബാക്കിലുള്ളത് ഏതാ? 58/2. ഇതെത്ര വരാ? 119/2 പോയിന്റ് വരും.
119/2. ആ 11 നോക്കുക. 11 2 എത്ര തവണ പോവാ? 5. 5 × 2 10. 11 10 പോയാൽ 1. അതിന് 9 ഇറക്കിടും. 9 എത്ര പോവാ? ആ 9 അല്ലേ? 9 × 2 18. കുറച്ചാൽ 1 കിട്ടും. 1 2 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0 ഇടും. 0 ഇട്ടാൽ ഇവിടെ മേലെന്തിടണം? 10 2 5 തവണ. 5 × 2 59.5 ആണ് ശരാശരി. അടുത്ത ചോദ്യം 18 മുതൽ 55 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. 18 മുതൽ 55 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇവിടെ എന്താ ചെയ്യാ? ഇവിടെ ഇടയിലില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. 18 മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 നമുക്ക് എടുക്കാം. ഓക്കെ. 55 വരെ എന്ന് പറഞ്ഞാൽ 55 നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? എണ്ണൽ സംഖ്യയാണ്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ 18 + 55/2 ചെയ്താൽ മതി. ഇവിടെ ഇടയിലുള്ള എന്നല്ലല്ലോ പറഞ്ഞേ. ഇത് 18 മുതൽ 55 വരെ. അപ്പൊ 18 എടുക്കാം, 55 എടുക്കാം. എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് പിന്നെ നമ്മളത് ഇരട്ടയാണോ ഒറ്റയാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സംഖ്യകൾ അത് തന്നെ എടുത്താൽ മതി. അപ്പൊ അത് രണ്ടും കൂടെ തുക കാണാം, 2 കൊണ്ട് ഹരിക്കുക. ശരാശരി കാണാന് അത്രേ ചെയ്യണ്ടോ. തുക എത്ര വരുന്നത്? 72 അല്ലേ? ഹരിച്ചു നോക്കുക. 73/2. 7 2 3 തവണ. 3 × 2 6. 1 3 ഇറക്കിട്ട 13. 12. 0 ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇടുക. 10 5 തവണ. ഇപ്പൊ 36. ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് 18 മുതൽ 55 വരെ എന്ന് പറഞ്ഞാൽ 18 എടുക്കാം, 55 എടുക്കാം. നേരത്തെ ചോദിച്ചത് എന്താ? അപ്പൊ 18ന്റെയും 55ന്റെയും ഇടയിൽ എന്നാ പറഞ്ഞത്. അപ്പൊ 18 എടുക്കരുത്, 55 എടുക്കരുത്. ഓക്കെ. അടുത്ത ചോദ്യം 51 മുതൽ 104 വരെയുള്ള തുകയാണ് ഒറ്റ സംഖ്യകളുടെ ശരാശരി. 51 മുതൽ 104 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. ചോദ്യം നല്ലോണം ശ്രദ്ധിക്കട്ടോ. 51 മുതൽ 104 വരെ എന്നാണ്. അപ്പൊ 51 104 എടുക്കുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ഒറ്റ സംഖ്യകളാണ്, എണ്ണൽ സംഖ്യകളല്ല, ഒറ്റ സംഖ്യകളാണ് വരുന്നത്. 51 മുതൽ 104 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പൊ 51 എടുക്കാലോ, അത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ 51 പ്ലസ് 104 വരെ എന്നാണ്. പക്ഷെ 104 നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഒറ്റ സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര എടുക്ക?
103. 104 നമുക്ക് എടുക്കായിരുന്നു, പക്ഷെ ഇവിടെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് 104ന്റെ ബാക്കിലുള്ള 103 ഒറ്റ സംഖ്യ എടുക്കാൻ പറ്റുള്ളൂ. ബൈ 2. 51 103 കൂട്ടിയാൽ എത്ര കിട്ടുക? 154 ഹരിക്കണം 2. അടിച്ചു നോക്കിയാൽ എത്ര കിട്ടുക? എത്ര കിട്ടുന്നേ? 7 7 77. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ആദ്യത്തെ ഇരട്ട സംഖ്യ, ആദ്യത്തെ എണ്ണൽ സംഖ്യ, ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ ശരാശരി, പിന്നെ ഇടയിൽ വരുന്ന എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യയുടെ ശരാശരി, പിന്നെ ഇപ്പൊ 21 മുതൽ 50 വരെ എന്നുള്ള അങ്ങനെ വരുന്ന ശരാശരി. അതൊക്കെ ഓക്കെ ആണല്ലോ. അതായത് ഇടയിൽ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അവസാനത്തുള്ള നമ്പർ എടുക്കരുത്. മുതൽ വരെ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ എടുക്കാം, പക്ഷെ അവിടെ നിങ്ങൾ നോക്കണം ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മള് കുറച്ച് ഗുണിതങ്ങൾ, 5ന്റെ ഗുണിതങ്ങൾ, 10ന്റെ ഗുണിതങ്ങൾ, ഇതിന്റെയൊക്കെ ശരാശരി കാണാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ 2ന്റെ 30 ഗുണിതങ്ങളുടെ ശരാശരി. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ആദ്യത്തെ 2ന്റെ 30 ഗുണിതങ്ങളുടെ ഓക്കെ, ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതുക? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 2ന്റെ 30 ഗുണിതങ്ങളാണ്. അപ്പൊ 2ന്റെ ഫസ്റ്റ് ഗുണിതം ഏതാ? 2 4 6 അങ്ങനെ നമ്മൾ പോണം. 30 ഗുണിതങ്ങൾ വരണം അല്ലെ? അപ്പൊ നമുക്ക് അത് കുറെ എഴുതിയിട്ട് തുക കണ്ടിട്ട് അതിനെ പിന്നെ ഹരിക്കലൊക്കെ നടക്കണ കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എത്രയാ? 2ന്റെ 30 ഗുണിതങ്ങളുടേത് കാണാന് 2 ഇൻറ്റു എത്രയാണോ നിങ്ങൾക്ക് തന്നത്, 30 ഗുണിതങ്ങളാണെങ്കിൽ അതിനോട് 1 കൂട്ടുക, 31/2. അതായത് 2ന്റെ ഗുണിതാണെങ്കിൽ 2 ഇൻറ്റു 30 ഗുണിതങ്ങളാണെങ്കിൽ 31, അതിനോട് 1 കൂട്ടുക, 31/2. നിങ്ങൾക്ക് ഈ രണ്ടും ക്യാൻസൽ ചെയ്യുക. ആൻസർ എന്താ വരിക? 31. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാന് 3ന്റെ ആദ്യത്തെ സമവാക്യായിട്ടില്ല, പറയാം. ഇതെങ്ങനെ കാണാൻ നോക്കിയ 3ന്റെ ആദ്യത്തെ 28 ഗുണിതങ്ങൾ, അതായത് 3ന്റെ ഇപ്പൊ 3 9 12 അങ്ങനെയാണ് 3ന്റെ ഗുണിതങ്ങൾ പോകുന്നത്. അങ്ങനെ 28 എണ്ണത്തിന്റെ 28 ഗുണിതങ്ങളുടെ ശരാശരി കാണണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്തിന്റെ ഗുണിതാണോ അത് എഴുതുക, ഇൻറ്റു എത്ര എണ്ണത്തിന്റെ കാണണ്ടേ? 28. അപ്പൊ അതിനോട് 1 കൂട്ടുക, 28നോട് 1 കൂട്ടുക, 29/2. ഇതാണ് അതിനുള്ള സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2ന്റെ ആയതുകൊണ്ട് 2 ഇൻറ്റു 30 ആണ്, അപ്പൊ 31/2. അവിടെ നമ്മൾ ചെയ്തത് 3ന്റെ 28 ഗുണിതങ്ങൾ, അപ്പൊ 3 ഇൻറ്റു 29/2. 29 ഇൻറ്റു 3 എത്ര കിട്ടുക? 9 എത്ര? 27. 2 ഇൻറ്റു 3 6, 6 2 8, 87.2 അല്ലേ? 3 അല്ലേ? സോറി, 4 2 8 7 3 തവണ 6 1 എത്ര വരുന്നേ? എത്ര പറഞ്ഞേ?
ആ കിട്ടിയാ? ഈ ചോദ്യം ചെയ്യാട്ടോ. 5ന്റെ ആദ്യത്തെ 50 ഗുണിതങ്ങളുടെ ശരാശരി കാണും. ഈ ചോദ്യം ചെയ്ത് നോക്കാം. അഞ്ചിന്റെ ആദ്യത്തെ 50 ഗുണിതങ്ങളുടെ ശരാശരി. 1 × 5 5, 5 × 5 25, 255 ഹരിക്കണം 2. 255 ഹരിക്കണം 2. 2ൽ 2 ഒരു തവണ. 1 × 2 2 എന്ന് എഴുതുക. കുറച്ചാല് 0 എന്ന് കിട്ടും. 5 ഇറക്കി ഇടുക. 5ൽ എത്ര തവണ പോവും? 2. 2 × 2 4. അപ്പൊ കുറയ്ക്കുമ്പോ 1 കിട്ടും. വീണ്ടും 5 ഇറക്കിടാനുണ്ട്. 5 ഇറക്കിടുക. 15ലാണ് നോക്കുക. 15ൽ 2 7. 7 × 2 14. കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. ഇനി ഇറക്കിടാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് 0 ഇടും. 0 ഇട്ടാല് മേലെ എന്തിടണം? പോയിന്റ്. നമ്മൾ 0 ഇട്ടാൽ മേലെ പോയിന്റ് ഇടണം. 10ൽ 2 5. അപ്പൊ 5 × 2 10. അപ്പൊ 127.5. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഉള്ളത് റെഡിയാണല്ലോ. ശരാശരി, ആദ്യത്തെ, ഇടയിലുള്ളത്, ഇത് മുതൽ ഇതുവരെ എന്നുള്ളത്, പിന്നെ ഗുണിതങ്ങള്. 2ന്റെ ആദ്യത്തെ ഇത്ര ഗുണിതങ്ങൾ, അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചോദ്യം ഞാൻ എഴുതുമ്പോ തന്നെ നിങ്ങൾ കൂടെ എഴുതിക്കോളൂ. എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. ഒരു അധ്യാപിക കൂടി ചേർന്നപ്പോൾ ശരാശരി 16 ആയി. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. ഒരു അധ്യാപിക കൂടി ചേർന്നപ്പോൾ ശരാശരി 16 ആയി. അതായത് 1 കൂടി. എങ്കിൽ അധ്യാപികയുടെ വയസ്സ് എത്ര? ഇതിൽ തുക കണ്ടിട്ടും ഒക്കെ ഇങ്ങനെ കൂടുതൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സമവാക്യം പഠിച്ച്. ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും PSC SSC ഒക്കെ ചോദിക്കുന്നതാണ്. അതായത് കുറച്ച് ആൾക്കാരുടെ ശരാശരി തരും, എന്നിട്ട് ഒരു പുതിയ ആള് വന്നാൽ ശരാശരി ഇത് മാറി. അങ്ങനെയാണെങ്കിൽ വന്ന ആളുടെ വയസ്സോ വന്ന ആളുടെ നീളോ പുതിയ ആളുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമവാക്യം, ഒരു സൂത്രവാക്യം പഠിച്ചു വെക്കുക. പുതിയ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പുതിയ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോജിക് ഉപയോഗിച്ച് മനക്കണക്കിലൊക്കെ ചെയ്യാം.
ഇനി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഈ ഒരു സമവാക്യം ഈ ഒരു സൂത്രവാക്യം പഠിച്ചു വെച്ചാൽ മതി. ചോദ്യം എന്താന്ന് മനസ്സിലാക്കുക, ചോദ്യത്തിനനുസരിച്ചാണ് സൂത്രവാക്യം എടുക്കേണ്ടത് കേട്ടോ. എന്നോട് നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് സമവാക്യം ഉള്ളൂ. n+1 ഒക്കെ ഇടയിൽ നിന്നുള്ളതിന് ആ സമവാക്യം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ചോദ്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക, അതിന് ഉചിതമായിട്ടുള്ള സൂത്രവാക്യങ്ങൾ തന്നെ ഉപയോഗിക്കണം. ഓക്കെ. അപ്പൊ നമ്മളോട് ചോദിച്ചെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. 40 കുട്ടികളുടെ ശരാശരി 15 അപ്പൊ 40 കുട്ടികളുടെ ശരാശരി എത്രയാണ്? 15. അപ്പൊ ഒരു അധ്യാപിക ചേർന്നപ്പോ ശരാശരി എന്തായി? 16 അങ്ങനെയാണെങ്കിൽ ആ അധ്യാപികയുടെ വയസ്സാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. പുതിയ വന്ന ആളുടെ വയസ്സാണല്ലോ കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ പുതിയ ആളുടെ വയസ്സ്, അപ്പൊ അധ്യാപികയാണ് പുതിയതായിട്ട് വന്നത്. അപ്പൊ അധ്യാപികയുടെ വയസ്സ്, പുതിയ ആളുടെ വയസ്സ് എന്താ അവിടെ എഴുതിയേ? പുതിയ ശരാശരി. ഏതാ പുതിയ ശരാശരി? 16. ഇതാണ് പുതിയ ശരാശരി. 16 പ്ലസ് അല്ലെ, പുതിയ ശരാശരി എഴുതി, പിന്നെ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് പഴയ ആളുകളുടെ എണ്ണം. പഴയത് എത്ര ആൾക്കാരുണ്ടായിരുന്നു? 40. പിന്നെ ഇൻറ്റു ആണുള്ളത്, ഗുണിക്കണം, ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ശരാശരിയിലെ വ്യത്യാസം, അതായത് ആദ്യത്തെ ശരാശരിയും പിന്നെ പുതിയതായിട്ട് വന്ന ശരാശരിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 16ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. അപ്പൊ 1 ഇവിടെ നോക്കാം. അപ്പൊ 16 പ്ലസ് 40 ഇൻറ്റു 1 എത്രയാ? 40. നിങ്ങളെ കൂട്ടി കഴിഞ്ഞാല് 56. അപ്പൊ അധ്യാപികയുടെ വയസ്സ് എത്രയാണ്? ഇൻറ്റു 1 ഗുണിക്കണല്ലേ. 40 ഇൻറ്റു 1 40 വരാ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യരുത്? പ്ലസ് ചെയ്യരുത് കേട്ടോ. ഇൻറ്റു ഇപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്ലസ് ചെയ്തിട്ട് തുക കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. നമുക്ക് ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതായത് ഗുണനം. ഇപ്പൊ ഒരു ഇതില് തുക കാണാൻ ഇൻറ്റു ഒക്കെ പ്ലസ് ഇൻറ്റു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്ലസ്. ഇപ്പൊ ഇതില് ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, എം എന്ന് പറഞ്ഞാല് ഗുണിക്കലാണ്, എ എന്ന് പറഞ്ഞാല് അഡീഷൻ ആണ്, എസ് എന്ന് പറഞ്ഞാല് മൈനസ് ചെയ്യുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 16 ഹരിക്കണം 4 പ്ലസ് 5 ഇൻറ്റു 3 ഇങ്ങനെയൊക്കെ തന്നു വിചാരിക്കാം. ഇത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യരുത്? ഇതൊന്നും ആഡ് ചെയ്യാൻ പോവരുത്. ആദ്യം എന്താ ചെയ്യാ? ബോർഡ് മാസ് ഡിവിഷൻ, അതായത് ഹരിക്കല് കഴിഞ്ഞ് ഗുണിക്കലും കഴിഞ്ഞ് പിന്നെയാണ് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുക ഹരിക്കലാണ്. 16/4 എത്രയാ? 4. ബാക്കി അങ്ങനെ തന്നെ എഴുതാ. ഇനി ഇവിടെ പ്ലസും ഉണ്ട് ഇൻറ്റും ഉണ്ട്. നിങ്ങളിത് 4 + 5 ചെയ്യരുത്. കാരണം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗുണിക്കലാ ചെയ്യാം. അപ്പൊ 4 അങ്ങനെ തന്നെ എഴുതിയിട്ട് 4 + 5 ഇൻറ്റു 3 ആദ്യം ചെയ്യാം. 15. 15 4 19. അല്ലാതെ ഓർഡർ തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പൊ ആദ്യം ഹരിക്കലുണ്ടെങ്കിൽ ഹരിക്കല് ചെയ്യണം, പിന്നെ ഗുണിക്കല് ചെയ്യണം, എന്നിട്ട് അഡീഷൻ. ഇനി മൈനസ് ഉണ്ടെങ്കിൽ എന്നിട്ട് മൈനസും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? അധ്യാപികയുടെ വയസ്സ് 56. അതൊന്നുകൂടെ പറയണോ? അപ്പൊ ഇത് ചോദ്യം എന്താണ്? ചോദ്യം എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ ശരാശരി തരും. കുറച്ച് ആൾക്കാരുടെ ശരാശരി തരും. എന്നിട്ട് നിങ്ങളോട് പുതിയൊരാൾ വന്നപ്പോ ശരാശരി മാറി, പുതിയൊരു ശരാശരി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ വന്ന ആളുടെ ചിലപ്പോ വയസ്സായിരിക്കാം, നീളായിരിക്കാം. ഇപ്പൊ ഇവിടെ വയസ്സായതുകൊണ്ട് വന്ന ആളുടെ, പുതിയ ആളുടെ വയസ്സാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ചോദ്യത്തിലാണ് ഈ ഒരു സമവാക്യം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എന്താണ്? പുതിയ ആളുടെ, വന്ന ആളുടെ വയസ്സ് ഈക്വൽ ടു സമം പുതിയ ശരാശരി, അതായത് നമുക്ക് മാറി തന്ന ശരാശരി കൂട്ടണം പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് പുതിയ ആൾ അധ്യാപികയുടെ വയസ്സാണ് കാണേണ്ടത്. 16 അപ്പൊ പുതിയ ശരാശരി നമ്മൾ നോക്കുക. പുതിയ ശരാശരി എത്ര തന്നത്? 16.
പിന്നെ ഇവിടെ പ്ലസ് ആണ് അല്ലെ, സമവാക്യത്തിൽ പ്ലസ് ആണ്, അപ്പൊ പ്ലസ് ഇട്ടു. എന്നിട്ട് പിന്നെ ഇവിടെ എഴുതി പഴയ ആളുകളുടെ എണ്ണം, പഴയ ആളുകൾ എത്രയാണ് 40, അത് ഇവിടെ എഴുതി. പിന്നെ അവിടെ ഇൻറ്റു ആണ്, അപ്പൊ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം, ശരാശരി 15ഉം 16 വ്യത്യാസം എത്രയാ 1, അപ്പൊ 1 നേടി. ഇനി നമ്മളിവിടെ ചെയ്യാം 40 × 1 ആദ്യം ചെയ്യാം. 40 × 1 ഏത് നമ്പറിനോട് ഇൻറ്റു 1 ചെയ്താൽ എന്താ ആ നമ്പർ തന്നെ. അപ്പൊ 40 × 1 40, 40 + 16 56. ചോദ്യം വായിക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി 13. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി 13. ടീച്ചറെയും കണക്കിലെടുത്താൽ ശരാശരി 1 കൂടുന്നു. ടീച്ചറെയും കണക്കിലെടുത്താൽ ശരാശരി 1 കൂടുന്നു എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി 13. ടീച്ചറെയും കണക്കിലെടുത്താൽ ശരാശരി 1 കൂടുന്നു എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പൊ ഇവിടെ നമുക്ക് പഴയ സമവാക്യം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂലേ? 40. ഉറപ്പാണ്. അപ്പൊ ഇവിടെയും എന്താ പറഞ്ഞത്, കുറച്ച് ആൾക്കാർ ശരാശരി തന്നു, ടീച്ചർ വന്നപ്പോ ശരാശരിയിൽ വ്യത്യാസം ഉണ്ടായി, അപ്പൊ ടീച്ചറുടെ വയസ്സ് അല്ലെ. പുതിയ ഒരാൾ വന്നു, അയാളുടെ വയസ്സാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ അതേ സമവാക്യം തന്നെ ഉപയോഗിക്കുക. പുതിയ ആളുടെ വയസ്സ് എന്താ സമവാക്യം എഴുതിയേ? പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം, പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പുതിയ ശരാശരി എത്ര വരിക? പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എന്താ പുതിയ ശരാശരി? അതായത് ടീച്ചറെയും കൂടി കണക്കിലെടുത്താൽ ശരാശരി 1 കൂടുന്നു എന്നാ പറഞ്ഞത്. ആകെയുള്ള ശരാശരി 13 അതിക്ക് 1 കൂടുക പറഞ്ഞാൽ എത്രയായി? 14. അപ്പൊ പുതിയ ശരാശരി എത്രയാണ്? 14. ഇനി പഴയ ആളുകളുടെ എണ്ണം, ആദ്യം എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 30. ശരാശരിയിലെ വ്യത്യാസം, ഇപ്പത്തെ ശരാശരി 14, ആദ്യത്തെ ശരാശരി 13. വ്യത്യാസം എത്രയാ? 1 അല്ലേ? ഒന്നല്ലേ? പഴയ ശരാശരി 13, ടീച്ചർ കൂട്ടുമ്പോ 1 കൂട്ടുന്നുള്ളൂ. അപ്പൊ വ്യത്യാസം എന്താ? 1 കൂടുന്നുള്ളൂ. അപ്പൊ 1 തന്നെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസം 1. അപ്പൊ 14 + 30 × 1 30. എത്ര വരിക? 44. ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ചോദ്യം കൂടെ തന്നെ എഴുതാം. അധ്യാപികയുടെ വയസ്സ് എത്ര? പതിനഞ്ച് കുട്ടികളുടെ ശരാശരി 54 ആണ്. അധ്യാപിക കൂടി വന്നാൽ ശരാശരി 2 കൂടുന്നു. അധ്യാപികയുടെ വയസ്സ് എത്ര? ഇവിടെ നമ്മൾ അതേ സമവാക്യം തന്നെ ഉപയോഗിക്കാം. കാരണം ആദ്യത്തെ ഒരു ശരാശരി തന്നു,
പിന്നെ ഒരാൾ വന്നപ്പോ ശരാശരിയിൽ വ്യത്യാസം ഉണ്ടായി, അപ്പൊ വന്ന ആളുടെ വയസ്സ്. അപ്പൊ നമ്മൾ ഇതേ സമവാക്യം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ അപ്പൊ ചോദ്യം അതേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ആളുടെ വയസ്സ്, വന്ന ആളുടെ വയസ്സാണ് കാണേണ്ടത്. സമവാക്യം പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പിന്നെ നമ്മൾ ഇതൊക്കെ കാണണം. ഇതൊക്കെ എന്താ നോക്കണം. എന്താ പുതിയ ശരാശരി വരിക? പുതിയ ശരാശരി എന്താ? 15 കുട്ടികളുടെ ശരാശരി 54. അപ്പൊ ആദ്യത്തെ ശരാശരി, പഴയ ശരാശരി 54 അധ്യാപിക കൂടി വന്നാൽ ശരാശരി 2 കൂടുന്നു. 54 ഉണ്ടായിരുന്നു, അതിക്ക് 2 കൂടുന്നു എന്ന് പറഞ്ഞാൽ എത്ര വരിക? 54 + 2 56 പുതിയ ശരാശരി. പുതിയ ശരാശരി എന്ന് പറയുന്നത് 56 പ്ലസ് പഴയ ആളുകളുടെ എണ്ണം. ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 15. അപ്പൊ 15. പിന്നെ അവിടെ എന്താ ഉള്ളത്? ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇപ്പൊ ശരാശരി 56, പഴയ ശരാശരി 54. അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2. ഇപ്പൊ 2. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് പ്ലസും ഉണ്ട് ഇൻറ്റും ഉണ്ട്. ആദ്യം ഏതാ ചെയ്യാൻ പാടുള്ളൂ? ഇൻറ്റ്. ഇത് ചെയ്തിട്ട് ഇൻറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്, ആൻസർ തെറ്റിപ്പോവും. അപ്പൊ പ്ലസ് ഉള്ളത് അങ്ങനെ തന്നെ എഴുതുക. 56 പ്ലസ് വരെ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് മറ്റേത് ഇൻറ്റു ചെയ്യാം. 15 × 2 എത്ര വരിക? 15 × 2 30. ഇപ്പൊ 30ഉം 56ഉം കൂടെ കൂട്ടിയാല് 86. അപ്പൊ ടീച്ചറുടെ വയസ്സ് കുറച്ച് വലിയ ടീച്ചറാണ്.